എന്നാ പിന്നെ ഇന്ന് ഞങ്ങളുടെ സമരമാണ്. ക്ലാസ്സില്ല. എടോ, ഞാനവിടെ ഇരിക്കുകയാണ്. ഇരുന്നോളൂ. അപ്പൊ ലാൽ സലാം. ലാൽ സലാം. എടോ, നീ എന്തിനാ അവിടെ നിന്ന് ഓടിപ്പോന്നെ? പേടിച്ചിട്ടാണോ? പേടിച്ചിട്ടൊന്നുമല്ല. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അതിന് ഈ ലോകത്ത് നീ 10 പേരിൽ കൂടുതൽ ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ടോ? ഡോ, ഇങ്ങോട്ട് വാടോ. എന്നെയാണോ? രണ്ടാളും. എന്തൊക്കെയുണ്ട് പ്രിയ സഖാവേ? ചേച്ചിയുടെ കല്യാണമൊക്കെ ഇതുവരെ? ഫെബ്രുവരി 1-നാണ്. സഖാവ് വരില്ലേ? ജനുവരി 31 വൈകിട്ട് 5 മണിക്ക് ഞങ്ങൾ അവിടെ ഉണ്ടാകും. പോരെ? തന്റെ പേര് വേദ എന്നല്ലേ? ശ്രീവേദ. ശ്രീവേദ. ഇത് താൻ എഴുതിയതാണോ? ഇതെവിടെ നേട്ടി? സഖാവ് ഇത് മാത്രല്ല, ഇവള് ഒരുപാട് എഴുതാറുണ്ട്. പക്ഷെ ആർക്കും അങ്ങനെ വായിക്കാൻ കൊടുക്കാറില്ല. അങ്ങനെയൊന്നുമല്ല, കുറച്ച് എഴുതുന്നു മാത്രം. നല്ല കവിതയാണല്ലോടോ. ഇതെല്ലാരും വായിക്കട്ടെ അല്ലേ? ആ ലൂക്കോച്ചിന്റെ കൈ കൊടുക്കുക, മാഗസിന് വരും. അത് ഞാൻ ഏറ്റു. അയ്യോ, അതൊന്നും വേണ്ട. എടോ, നമ്മുടെ സൃഷ്ടികളോട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അത് 4 വരിയാണെങ്കിലും. അതല്ല, ഇതത്ര നല്ലതല്ല. ഒന്ന് പോടോ. ഇത്ര സ്വാർത്ഥത പാടില്ല കേട്ടോ. എല്ലാവരും വായിച്ച് ആസ്വദിക്കട്ടെ. നന്നായിട്ടുണ്ടോ സഖാവേ? ഇത് ഞാൻ കൊടുത്തിരിക്കും. അപ്പോ വേദ സഖാവേ, വീട് എവിടെ? ഞാൻ ഹോസ്റ്റലില്. ഞാൻ പോട്ടെ, ഞാൻ റൂം കാണും. വേദ വളർന്നതൊരു ആശ്രമത്തിലാ. ആശ്രമോ? അപ്പൊ വലുതാണോ? ഏയ്, അതൊരു പാവാ. പുസ്തകത്തിന്ന് വായിച്ച ലോകവിവരം മാത്രമേ അവക്കുള്ളൂ. അല്ല സഖാവേ, അയാൾക്ക് ഈ സംഘടനാ ബോധമൊക്കെ ഉണ്ടോ? അതറിയില്ല. ഈ ലോകത്തെ എല്ലാവരോടും എല്ലാത്തിനോടും അവൾക്കിഷ്ടാ. അത് മതി. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അപ്പൊ കവിത ലൂക്കോച്ചിന്റെ കൊടുക്കാൻ മറക്കണ്ട. ലാൽ സലാം. ഞാനേ ലീഡറോട് സംസാരിച്ചിട്ടുണ്ട് കേട്ടാ. ലീഡറെല്ലാം ശരിയായി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പേടിക്കണ്ട കേട്ടോ. ഓ, എന്തത്? ലോലമീ പാണികൾ. ഹൈ പാട്ടാണല്ലോ. ലോലമീ പാണികൾ ശകികളായല്ലോ, വർമുടി നിബിട വനങ്ങളായല്ലോ. നല്ല പാട്ടാണല്ലോ. പാട്ടല്ല, കവിതയാ. മാഗസീനിൽ കൊടുക്കാനുള്ളതാ. നേരത്തെ തരണ്ടേ പ്രിയേ? ഇതൊരു പേജ് വരില്ലേ? പിന്നെ കവിത തരാനുള്ള ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാ. ഇതെന്റെ ഫ്രണ്ട് എഴുതിയതാ. ഇപ്പോഴാ കണ്ടത്. നല്ലതായതുകൊണ്ട് തന്നതാ. സംഭവം ശരി. പക്ഷെ ഇത്രയും വലിയ കവിത ഈ 2-3 വരിയൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു. ചെയർമാൻ പറഞ്ഞിട്ടാ. ഓഹോ, ഇപ്പൊ താനടക്കം 10ാമത്തെ ആളാവൻ പറഞ്ഞു വരുന്നത്. ഞാൻ അവനെ കണ്ടോളാം. ഒരു പേജ് കവിത ഇവിടെ പരസ്യം വെക്കാൻ തന്നെ പേജില്ല. അപ്പോഴാ നീ വാ. മലയാളം നോവൽ സാഹിത്യ ചരിത്രത്തിൽ ലോകത്തെ മൊത്തം അത്ഭുതപ്പെടുത്തിയ ഏറ്റവും മനോഹരമായൊരു നോവലായിരുന്നു ചന്തുമേനോന്റെ ഇന്ദുലേഖ. ഇതിലെ ഓരോ കഥാപാത്രങ്ങളും നമ്മളെല്ലാവരുടെയും മനസ്സിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായി വിശേഷിപ്പിക്കുന്ന ഇന്ദുലേഖ ഒരു സ്ത്രീപക്ഷ വായനയുടെ ബിംബമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കഥാപാത്രം ഇന്ദുലേഖ ഒരുപക്ഷെ നമ്മുടെ ഈ ക്ലാസ്സിലെ എല്ലാവരും ഇവിടേക്ക് വരുന്നതിന് മുമ്പേ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ ഫസ്റ്റില കിറ്റിൻ നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ടാവും. ഓരോ അല്ല സർ, വേദയൊന്ന് വിളിക്കാൻ. ഇനി അയാളെ കൊണ്ടുപോകണോ? വേദ. താങ്ക് യു സർ. അപ്പൊ നമ്മളെവിടെ പറഞ്ഞേ? നമ്മുടെ കഥാപാത്രമായ ഇന്ദുലേഖ. എങ്ങോട്ടാ? വാ പറയാം.
കൊച്ചിനൊന്ന് കാണാം. കവിതയുടെ കാര്യല്ലേ, വേണ്ട. ഏയ് താനൊന്നും ഉണ്ടായിരുന്നേ, ഞാൻ സംസാരിച്ചോളാം. നല്ല കവിതയോടോ അത്, അതുകൊണ്ടല്ലേ ഈ പറയുന്നേ. നല്ലതായിരുന്നെങ്കിൽ അവരത് ഇഷ്ടപ്പെട്ടെടുത്തേനെ. എടോ അതൊക്കെ ഞാൻ വേണ്ട. ഇന്നലെ പറഞ്ഞില്ലേ സൃഷ്ടിയുള്ള ഉത്തരവാദിത്തം, അത് കവിത പബ്ലിഷ് ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ ആവാൻ പാടില്ലല്ലോ. എല്ലാവർക്കും ഇഷ്ടാവട്ടെ, എന്നിട്ട് പബ്ലിഷ് ചെയ്യാം. എന്നാ ഞാൻ ക്ലാസ്സിലേക്ക് പോവാം. ഏയ് എടോ, ഇയാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കൂ? ആ ശരിക്കും. ആ നമ്മളെപ്പോലൊരു നിലപാടൊക്കെ ഉണ്ട് അല്ലേ? ശരിയാക്കാം. എന്തോടെ പരിപാടി? അല്ലേട്ടാ കവിത ലോലമി പണികൾ ശാഖികള എന്തല്ലേ? അടിപൊളി. കൊള്ളാം, നല്ല വരികൾ. കൊള്ളാം. ഇത് ആരെഴുതിയതാ? ഇതിവിടെ എഴുതിയതാരാന്ന് അറിയത്തില്ല, പക്ഷേ ഈ കവിത ഫസ്റ്റ് ഇയർ മലയാളത്തിൽ ഒരു കുട്ടിയുടേതാ. ആര്? എടാ ശ്രീവേദ. പരിപാടി കൊള്ളാല്ലേ? സംഭവം ഏറ്റിട്ടുണ്ട്. ശ്രീവേദ. ശ്രീവേദ കവിത നന്നായിട്ടുണ്ട്. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാ. അത് ശരിയാട്ടോ, കവിത നന്നായിട്ടുണ്ട്. ശരിക്കും നമ്മളതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്രിൻസിപ്പളെ സംബന്ധിച്ച് ആ കുട്ടിയുടെ കവിത വായിച്ചു കേട്ടോ. നല്ല അസല് വരികളാ, നല്ല വൃത്തവും അലങ്കാരവും ഒക്കെയുള്ള ഒരു കവിത. നല്ല ഭാവിയുള്ള കുട്ടിയാ. അത് ശരിയാ അല്ലേ? മോളെ, കവിത കണ്ടു കേട്ടോ, മനോഹരമായിട്ടുണ്ട്. നിർത്തരുത്, ഇനിയും തുടർന്ന് എഴുതിക്കൊണ്ടേയിരിക്കണം. ഓക്കെ? ശരി ടീച്ചർ. ഇങ്ങനെ ഞാൻ എപ്പോഴേ പറഞ്ഞതല്ലേ പ്രിയേ, നാളത്തെ എഴുത്തുകാരിയായിരിക്കും ഈ കുട്ടിന്ന്. ഭാവിയിലെ വൈക്കം മാധവിക്കുട്ടിയാണ് അവൾ. മാധവിക്കുട്ടി അല്ലേ? അത് പിടിച്ചേ. ഇയാൾക്കൊക്കെ തേങ്ങ അറിയില്ല. അതെ അതെ. കോട്ടെ, അപ്പൊ ശരി. നല്ല നേതാവേ, ആരെയും വയ്ക്കും എന്റെ അടുത്ത് എന്നോട് പൊട്ടടാ. ഞാൻ ഈ ലോക്കൽ ക്ലാസ് ബേസിലോടൊന്ന് മത്സരിക്കാറില്ല. പോടാ. വേറെ ഏതെങ്കിലും കോളേജ് കാണോടെ ഇതേപോലെ ഒരേ മരിച്ചോട്ടില്ല SFI മേശും എന്നെ സമ്മതിക്കണോ അല്ലേ? ഓ സമ്മതിച്ചു. അതാണ്. ചേട്ടാ, ആ എന്താ രേഷ്മ, നേച്ചർ ക്ലബിന്റെ വല്ല പരിപാടി ഉണ്ടോ? അതൊന്നല്ല ചേട്ടാ, അവരാ ഊട്ടിയിലെ മരങ്ങൾ മുറിക്കാനുള്ള പ്ലാനാ. ചേട്ടൻ പെട്ടെന്നൊന്ന് അങ്ങോട്ട് വരണം. മോള് വെക്കൂ, ഞാൻ വരാം. ശരി ചേട്ടാ. ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളോടും അധ്യാപക സംഘടനകളോടും ചർച്ച ചെയ്യണ്ടേ? അങ്ങനെ ഒരു ഉത്തരവാദിത്വം മാനേജ്മെന്റിനില്ലേ? അങ്ങനെ ഒരു തീരുമാനമൊന്നുമില്ല ജീവ. നാച്ചുറൽ ക്ലബിന്റെ സ്ഥലം തിരിച്ചു വാങ്ങിയെന്ന് മാത്രം. എന്നിട്ട് അവിടെ ഞാൻ പറയാം. ഈ കോളേജിന് ചുറ്റും ഏകദേശം 5 ഏക്കർ സ്ഥലം കാട് പിടിച്ച് കിടപ്പുണ്ട്. അത് കോളേജിന്റെ വികസനത്തിനായി ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അല്ല, ആ സ്ഥലത്ത് എന്ത് വികസനമാണ് നടത്താൻ പോകുന്നത്? അതെന്ത് വേണമെന്ന് വഴിയെ തീരുമാനിക്കാം. ഇപ്പോഴത് വെട്ടിത്തെളിയിക്കുക എന്നുള്ളതാണ് പ്രാഥമിക പരിപാടി. 3 കുളം, 50ഓളം തേക്ക്, മറ്റു മരങ്ങൾ, എല്ലാം 100 വർഷത്തിലധികം പഴക്കമുള്ളത്. ഇതൊക്കെ നശിപ്പിക്കാൻ പോകുന്ന കാര്യമാണ് കുറ്റിക്കാട് വെട്ടിത്തെളിക്കാൻ പോകുന്ന മട്ടിൽ മുരളീധരൻ സാർ പറഞ്ഞത്. നിങ്ങൾക്ക് കള്ളും കഞ്ചാവ് അടിച്ചു കിടക്കാനുള്ള സ്ഥലം പോകുന്നതിന്റെ സങ്കടമാണ്. നിങ്ങൾ ആ സ്ഥലത്തിന് എന്തൊരു പേരിട്ടിട്ടുണ്ടല്ലോ, മൂന്നാറോ കൊടൈക്കനാലോ
എന്താ അത്? ഊട്ടി. അത് ഞങ്ങളിട്ട പേരല്ല, ഇവിടെ പഠിച്ചുപോയി ആരോ ഇട്ടതാണ്. പിന്നെ എല്ലാവരും അതങ്ങ് വിളിച്ചു. ഇനി വരാനുള്ളവരും അത് തന്നെ വിളിക്കും. ഇതാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ ഞാനത് അറിയിച്ചു. തീരുമാനം എടുത്തു, അറിയിക്കുകയും ചെയ്തു. ഇനി ഈ കോളേജിന്റെ യൂണിയൻ ചെയർമാൻ എന്ന നിലയിൽ ഞാനൊരു തീരുമാനം ഇപ്പൊ എടുത്തു. അത് ലൂക്കോച്ചൻ പറയും. അതെ, ഇവിടെ ഒരു കോപ്പ് നടക്കില്ല. വാ. അങ്ങനെ എല്ലാം സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. എന്തായി? പൂന്തേട്ടാ, ഇതവര് മനഃപൂർവ്വം ചെയ്യുന്നതാ. ഇതിന്റെ അകത്തുനിന്നെങ്കിലും എന്നെ സാറെ വിളിക്കടാ. സാറേ, ഇതെല്ലാം റോഡ് സൈഡിൽ കിടക്കുന്ന സ്ഥലമാണ്. ഇതവര് വിറ്റ് കാശാക്കാനുള്ള പ്ലാനാണ് കേട്ടാ. അതെ, ട്രസ്റ്റിന്റെ കീഴിൽ നിന്നും ദേവസ്വത്തിന്റെ കീഴിലേക്ക് മാറ്റുന്നതിന് മുമ്പ് അവരിതെല്ലാം കെട്ടുമുടിക്കും. മരത്തിൽ കൈവച്ച് അവര് ജയിച്ച പിന്നെ എല്ലായിടത്തും അവര് കൈവയ്ക്കും. അങ്ങനെയല്ലേ ചരിത്രം. ആ കർത്തയുടെ മുൻഗാമികൾ ഈ കോളേജിന് ഒരു അന്തസ്സും അഭിമാനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇയാളത് കളഞ്ഞു വിളിക്കുന്ന തോന്നണേ. അതെ, അധികാരവും കച്ചവടവും തമ്മിലുള്ള രഹസ്യ ഉടമ്പടി. നേതാക്കന്മാരെല്ലാരും ഉണ്ടല്ലോ, എന്തൊട്ടാണ്ട് ഒരു ഗൂഢാലോചന. മരങ്ങളൊക്കെ വെട്ടി വെക്കുവോ? അതേടാ, നമ്മുടെ തേക്കിൻകാട് മൈതാനില്ലേ, അത് മുറിച്ചു വെക്കാനുള്ള പദ്ധതി ഉണ്ട്. നിനക്ക് വേണോടാ? എനിക്ക് വേണ്ട വെള്ളപ്പറ്റേ, നീ എടുത്തോ. നീ പോടാ ഇപ്പനെ. കറുത്ത ഒരു കാര്യം തീരുമാനിച്ചാൽ നടപ്പിലാക്കും. നീ വെറുതെ എതിർക്കാനോ തടുക്കാനോ ഒന്നും നിൽക്കണ്ട. എടാ രഞ്ജ, ഞങ്ങൾക്കൊരു നിലപാടുണ്ട്, കുറച്ചൊരു തീരുമാനം. ഞങ്ങളെ നടപ്പിലാക്കിയ നീ ചെല്ല്. നീ നിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയമായിട്ട് അങ്ങോട്ട് ചെല്ല്. നിനക്കറിയാൻ പാടില്ല ആരോടാ കളിക്കണമെന്ന്. അയാളെ ഞങ്ങൾക്ക് അറിയണ്ട, പക്ഷെ അയാൾ അറിയും ഞങ്ങളാരാ. ശരി ശരി, അറിഞ്ഞോളൂ നിങ്ങൾ. ശരി, എല്ലാരും അറിഞ്ഞൂലേ? പിന്നെ ആളിപ്പോ വേൾഡ് ഫേമസ് അല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല പപ്പ. ഓ എന്തൊരെളുമ. എന്റെ പപ്പ ഇവളിപ്പോ എവിടെ പോവാന്നറിയോ? എങ്ങോട്ടാ? നമ്മുടെ എഴുത്തുകാരി മേരി ജോസഫ് ഇല്ലേ, ആള് വിളിപ്പിച്ചേക്കോ അക്കാഡമിയിലേക്ക് നേരിട്ട് കാണണം പറഞ്ഞു. ഏയ് അങ്ങനെയൊന്നുമില്ല പപ്പ. പുള്ളിക്കാരിയുടെ മകള് ദീപ്തി ഞങ്ങളുടെ ക്ലാസ്സിലാ പഠിക്കുന്നത്. അങ്ങനെ വിളിപ്പിച്ചതാ, അല്ലാണ്ട്. എന്നാലും അതാരാവോ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുക? അതറിയില്ല പപ്പ. എന്തായാലും കവിത വായിച്ച ആരാധന മൂത്ത ആരോ ആണ്. ഇവിടെ മതി, ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം. വേണ്ട മോളെ, പപ്പ കൊണ്ടേ വിടാം. സാരില്ല, ഇവിടുന്ന് ബസ് കിട്ടും. ഇവിടെ മതിയോ? ബസ് ഉണ്ടാവൂല്ലോ അല്ലേ? അപ്പൊ നാളെ കാണാം. ശരി. ആ സഖാവ് എങ്ങോട്ടാ? അത് അക്കാഡമിയിലേക്ക്. ഓ, അക്ഷരമുറ്റ സെമിനാറിനൊക്കെ പോവാറുണ്ടോ? അതല്ല, അവിടെ ഫസീലയുണ്ട്. ആ, സഖാവും കൂടെ ഉണ്ടോ? പിന്നെ കവിതയൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് എഴുത്തിനെ ഗംഭീരാക്കല്ലേ? കുറച്ച് മോശമായാലും പ്രചരിപ്പിക്കാനും പ്രശസ്തിയാക്കാനും ഒരു സംഘം തന്നെ കൂടെ ഉണ്ടല്ലോ. പിന്നെ ഞാനായിട്ട് എന്തിനാ കുറയ്ക്കുന്നത്? എന്നാലും ഇത് ഇച്ചിരി കൂടി പോയി. എന്ത്? ആ, തന്നെ കണ്ട എന്തായാലും നന്നായി. ഞാൻ നോക്കി നടക്കുകയായിരുന്നു. മറ്റുള്ളവർക്ക് വായിക്കാൻ കൊടുക്കാതെ മനസ്സിൽ ഒളിപ്പിച്ച കവിതകളൊക്കെ എഴുതാൻ ഇതാ എന്റെ ഒരു സമ്മാനം. ഞാൻ എ സിയിലേക്കാ. സഖാവ് വരുന്നോ? ഏരിയ കമ്മിറ്റി ഓഫീസ്. താൻ വരണ്ടോ? അവിടേക്ക് വന്നിട്ട് എന്തിനാ? എ സിയിലേക്കല്ല, ഞാൻ പോകുന്നത് അക്കാദമി വിളിക്കാം. അല്ലെങ്കിൽ താൻ എ സിയിലേക്ക് വാ, ഒരു മെമ്പർഷിപ്പ് അങ്ങ് തരാം. അറിയപ്പെടുന്ന കവിയത്രിയല്ലേ? അയ്യോ അത് വേണ്ട, എനിക്ക് ചുവന്ന നിറം കാണുമ്പോഴേ ടെൻഷനാ. അതെന്താ? കണ്ടിട്ടില്ലേ ഈ അപകടത്തിനൊക്കെ ചുവന്ന സിഗ്നൽ വെക്കുന്നത്? എന്നാ ശരി. അത് അങ്ങനെയല്ല. എടോ,
ഈ ലോകത്ത് കറുപ്പും വെളുപ്പും മാത്രം നിറങ്ങളായിരുന്ന കാലത്ത് ആദ്യമായി മനുഷ്യൻ ഉണ്ടാക്കിയ നിറമാണ് ചുവപ്പ്. അതുപോലെ കറുപ്പും വെളുപ്പുമായി നിലനിൽക്കുന്ന ഈ ലോകത്ത് വ്യത്യസ്തമായി ചിന്തിക്കുന്നവന്റെ നിറമാണ് ചുവപ്പ്. മറ്റുള്ളവർക്ക് അത് അപകടമായി തോന്നും. അയ്യോ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല. കുഴപ്പമില്ലടോ. അല്ല, ഞാൻ കുഴപ്പമില്ലടോ. എന്നാ ഞാൻ പോട്ടെ. അപ്പൊ എന്നോട് കൂടെ പോരുന്നോ ചോദിച്ചതോ? വർമ്മ കോളേജും ശ്രീകൃഷ്ണ കോളേജും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വർമ്മ കോളേജിന്റെ പതിയുള്ളൊരു മുന്നേറ്റമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതാ ശ്രീവർമ്മയുടെ 3-ാം നമ്പറിന്റെ നല്ലൊരു ഫ്ലിക്ക് പന്ത് 17-ാം നമ്പറിലേക്ക്. മൂന്ന് കളിക്കാരെ മറികടന്നുകൊണ്ട് പന്ത് വീണ്ടും സഞ്ജയുടെ കാൽകളിലേക്ക്. സഞ്ജയുടെ മികച്ചൊരു ക്രോസ് 14-ാം നമ്പറിലേക്ക്. നമ്പർ 14 അത് മിസ്സാക്കിയിരിക്കുകയാണ്. കളിക്കാൻ ഇറങ്ങാൻ പറയുമ്പോൾ നിനക്ക് മടിയാണല്ലോ. ഇപ്പൊ കണ്ടല്ലോ. കളിക്കണം. ശ്രീകൃഷ്ണ കോളേജിന്റെ ഒരു ഗോൾ കിക്ക് സഞ്ജോദ ട്രാപ്പ് ചെയ്തു. ശ്രീ വർമ്മ കോളേജിന്റെ ഒരു സ്ലോ ബിൽഡപ്പ്. അതാ പന്ത് വീണ്ടും ശരത്തിന്റെ കാലുകളിലേക്ക്. ശരത്തിന്റെ മികച്ചൊരു മുന്നേറ്റം സഞ്ജയിലേക്ക്. പന്ത് സഞ്ജയുടെ കാലുകളിൽ അതാ മനോഹരമായ മഴവില്ല് പോലൊരു ക്രോസ് രമേശിലേക്ക്. രമേശിന്റെ വളരെ അലസമായ ഒരു ഹെഡിങ് കളിയുടെ വളരെ നിർണായകമായ മറ്റൊരു മുന്നേറ്റവും നിഷ്ഫലമാകുന്ന നിരാശാജനകമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നീ പെട്ടെന്ന് ബോളിലേക്കോ. അവിടെ മൊത്തം പ്രശ്നം.